എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ജയ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ഞങ്ങളിൽ നിന്ന് പുറത്തു പോവാണ്, അതായത് ഒരു സിനിമ കാണാൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോടുകൂടി നിങ്ങളും വരും. നമുക്കിന്ന് പുറത്തൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ട് അവിടെ നടക്കുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ വരൂ, നമുക്കൊരു സിനിമയ്ക്കായിട്ട് ഇന്ന് പോവാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. സിനിമയ്ക്ക് പോകുന്ന വഴിയിലാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഞങ്ങളൊരു സിനിമയ്ക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. വീഡിയോ വെറുതെ എടുക്കുന്നതാണ്. ഇവിടെ എന്താ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഹായ്, ഞങ്ങളിതപ്പോൾ തിയേറ്ററിലെത്തി. കാർ പാർക്കിങ്ങിൽ ഇറങ്ങി കാറൊക്കെ പാർക്ക് ചെയ്തു. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ്. ഒരുപാട് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് പാർക്കിങ്ങിനെ കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ല. ചാർജും കുറവാണ്, 20 രൂപയുള്ളൂ. 20 രൂപയുള്ളൂ പാർക്കിംഗ് ചാർജ്. ഒരു സിനിമയ്ക്ക് മാളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മിനിമം 150 അല്ലെങ്കിൽ 120 കൊടുക്കുന്നത് മിനിമം. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ 20 രൂപയ്ക്ക് ഓക്കെ ഉള്ളിൽ കയറിയിട്ട്. ശരി, അപ്പോൾ നമുക്ക് ഉൾട്ര ഏതാണെന്ന് ഞാൻ ഇനിയും പറഞ്ഞിട്ടില്ല. സത്യൻ തിയേറ്ററാണ് ചെന്നൈയിൽ. ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സത്യൻ തിയേറ്ററിലേക്ക് സിനിമയ്ക്ക് വരുന്നത്. മോസ്റ്റ്ലി വീടിനടുത്തുള്ള ഫോറമിലെ പലാസോയിലാണ് പോകാറുള്ളത്. ഫസ്റ്റ് ലുക്കിൽ വളരെ നല്ല ആംബിയൻസ് ഉള്ള ഒരു തിയേറ്ററാണിത്. ഞങ്ങൾക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ തിയേറ്ററിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ കാണാൻ വന്നിരിക്കുന്ന സിനിമയുടെ പേര് ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഇന്ത്യൻ 2 ആണ് ഞങ്ങളിന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. നമുക്ക് സിനിമ കാണാം. ഒരു സിനിമ കാണണം എന്നുള്ള ഒരു മൂഡ് മാത്രമേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞ് മൈൻഡ് ബ്ലാങ്കാണ്. അതിനെക്കുറിച്ച് അതിനുശേഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പോപ്കോൺ മാത്രം വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടന്നപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞത് ഈ തിയേറ്ററിൻ്റെ പ്രത്യേകത ഇവിടെ എല്ലാ ഫ്ലോറിലും പാൻട്രി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കതൊരു സന്തോഷമായി തോന്നി. കാരണം ആ സമയത്ത് തിരക്കി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, കുറച്ച് റഷ് കുറയ്ക്കാമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ലിഫ്റ്റിൽ കയറി 2nd 3rd ഫ്ലോറിലല്ലേ നമ്മുടെ തിയേറ്റർ. അപ്പോൾ ഇതാ ഞങ്ങൾ ശാന്തം എലൈറ്റിനകത്തേക്ക് കയറി സീറ്റിൽ സെറ്റിലാകാനായിട്ട് പോവുകയാണ്. ഹലോ, അപ്പോൾ ഞങ്ങളങ്ങനെ സീറ്റിലൊക്കെ കയറി സെറ്റിലായി. സിനിമ കാണാനായിട്ട് റെഡിയായി സീറ്റിലെത്തിയിട്ടോ. ഞങ്ങൾ കയറി എലൈറ്റ് ഒരുവിധം ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ 2 ആണ് ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്. ഇന്ത്യൻ 2 സിനിമ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് താഴേക്ക് പോവാം. കാറിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇതൊരു 3 hour ലോങ് മൂവിയാണ് കേട്ടോ. സിനിമ കണ്ട് മതിയായി. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് കാറിൽ കയറി. സിനിമയുടെ കാര്യം പറയണ്ട, മടുത്തു. കണ്ട് മതിയായി. അടിപൊളിയാക്കും. ആരെ വേണമെങ്കിലും പൊളിക്കാം. ഇനി ഒരു മിഡ് നൈറ്റ് ബിരിയാണി കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അവിടെ വന്നിരിക്കുകയാണ് ബിരിയാണി കഴിക്കാൻ. അപ്പോൾ ഈ സമയത്തുള്ള ബിരിയാണിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജൂനിയർക്ക് ബിരിയാണി രാത്രി 2:20 അതായത് പുലർച്ചെ 2:20 സമയത്തുള്ള ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇവിടെ ഭയങ്കര ലൈവ് ബിരിയാണീസ്.
വയറ് നിറച്ചു ആഹാരമൊക്കെ കഴിച്ച് ഇനി പോയി സുഖമായിട്ട് ഉറങ്ങണം വീട്ടിൽ പോയിട്ട്. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുകയാണ്. ഞങ്ങളുടെ ഔട്ടിങ്ങും സിനിമയും ബിരിയാണിയും ഒക്കെ കഴിഞ്ഞ് തിരിച്ചതാ വീട്ടിലേക്ക് പോകണ. ഇപ്പൊ സമയം 3:30 മണി, അതായത് പുലർച്ചെ 3:30 മണി. ഓക്കെ, അപ്പൊ ഇനി പോയിട്ട് അപ്പോയിന്റ്മെന്റ് അത് കിടന്ന് ഉറങ്ങാൻ പോകണം. അപ്പൊ നമ്മള് വീടെത്തി. ഞങ്ങളുടെ ഇന്നത്തെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേര് തിരിച്ച് വീട്ടിലെത്തി. സമയം 3:45. ഓ മൈ ഗോഡ്, അച്ഛാ ഉറക്കം തൂങ്ങി വരും. പിന്നെ രാവിലെ 4 മണിയായില്ലേ. ഇന്നലെ സിനിമ കാണാൻ പോയിട്ട് ഇന്നലെ തിരിച്ചു വരുന്നത്. ആ ലൈറ്റ് ഇടും. ഇന്നലെ സിനിമ കാണാൻ വേണ്ടി ഇന്നലെ പോയിട്ട് ഇന്നലെ തിരിച്ചു വരുന്നു. നല്ലൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ തീരെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും ലേറ്റായിട്ട് ഞാൻ സിനിമയ്ക്ക് പോകാറുണ്ട് രാത്രിയിൽ. പക്ഷെ അത് കഴിഞ്ഞ് ബിരിയാണി കഴിക്കാനും പിന്നെ അവിടെയൊക്കെ ഒന്നിങ്ങനെ കറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇത്രയും സമയം. എന്തായാലും ഒരു പുതിയൊരു അനുഭവം അങ്ങനെ വിചാരിക്കാം. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനിയും ഒരു വീഡിയോ വരുന്നതിലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.